ഹായ് ഹായ്. അപ്പോൾ നമ്മൾ രാവിലെ പാല് കറക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പശു കരയാൻ തുടങ്ങി. ഇതാ പശുക്കുട്ടി, പോത്തപ്പന്മാരൊക്കെ പുറകിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പാത്രം, എണ്ണ, തുണി, പിന്നെ ഇതാ വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ കറക്കാൻ ആവശ്യമുള്ളത്. പിന്നെ ഇതാ നമ്മുടെ പാൽപ്പാത്രം, അപ്പോൾ ഇരിക്കാനുള്ള സ്റ്റൂള്. നമ്മുടെ പശുക്കുട്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മുടെ പശുവിനെ കറക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഞാൻ പറയാറില്ല, ഞാൻ സ്റ്റൂളിലിരുന്നിട്ടാണ് കറക്കാറെന്ന്. എനിക്ക് രണ്ട് കൈയും കൊണ്ട് കറക്കാൻ പണ്ട് കറന്നിട്ടുണ്ട് കേട്ടോ, വീട്ടിലൊക്കെ കല്യാണം കഴിയാത്ത മുന്നൊക്കെ. അപ്പോഴൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് കറക്കാണ്ടായതുകൊണ്ട് എനിക്കങ്ങനെ രണ്ട് കാമ്പും കൂടെ കറക്കുമ്പോൾ കൈ ഭയങ്കര കടയാട്ടോ. അപ്പം ഞാൻ ഒന്നിൽ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് കറക്കുന്നത്. എനിക്കങ്ങനെ ഫാസ്റ്റിലും കറക്കാൻ കിട്ടില്ല, ഞാനിപ്പോൾ സ്പീഡിൽ ഇട്ടിരിക്കാനായിട്ടാണ്. കാരണം കൈ ഇങ്ങനെ കടയുന്നതുകൊണ്ട്. അപ്പു കറക്കാമെന്നൊക്കെ പറയും, എന്നാലും അപ്പൂനിങ്ങനെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് മിക്കവാറും കറക്കാറ് കേട്ടോ. അപ്പോൾ പാലൊക്കെ കറന്ന് അതപ്പോൾ രണ്ടാമതും കുട്ടീനെ കുടിപ്പിക്കണ്ട. ചിലവർ കുട്ടീനെ കുടിപ്പിച്ച ഒറ്റ ഇതിൽ തന്നെ ഫുള്ളും കറന്നെടുക്കണ്ട. പക്ഷെ എനിക്ക് അങ്ങനെയും കിട്ടില്ല. ഞാൻ പശുക്കുട്ടീനെ 2 തവണ കുടിപ്പിച്ചിട്ടാട്ടോ കറക്കുക. 2 തവണ കുടിപ്പിക്കുമ്പോഴും നന്നായിട്ട് പാലുള്ള ഇറക്കിത്തരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കറക്കാറ്. അപ്പോൾ അപ്പുവാണ് പശുക്കുട്ടിനെ കുടിപ്പിക്കാറ് കേട്ടോ. ഞാനും കുടിപ്പിക്കാറുണ്ട്. പിന്നെ പശുക്കുട്ടിനെ കുടിപ്പിച്ച് അവളെ കെട്ടിയിട്ടാലും അവൾ അമ്മ പശുവിൻ്റെ കഴുത്തിലൊക്കെ പോയിട്ട് പാൽ കുടിക്കുന്ന പോലെ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കറക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം കൊണ്ട് അകിടൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി, ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് കഴുകുമ്പോൾ തന്നെ വെള്ളം ഉണ്ടെങ്കിൽ ഫുള്ളും കഴുകി തുണി കൊണ്ട് നന്നായി തുടച്ചെടുത്ത് എണ്ണയൊക്കെ ഇട്ടിട്ടാ കറക്കുക. അവളുടെ കാമ്പിൽ ചെറിയൊരു ഉമിര് പോലത്തെ കുരുക്കളുണ്ട്. അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തേച്ച് കൊടുക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നല്ല ഹാർഡായിരിക്കും കറക്കുക. അപ്പോൾ കുറച്ച് എണ്ണ ഇട്ട് കഴിഞ്ഞാൽ നല്ല മയത്തിൽ കറക്കാൻ കിട്ടും. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കുട്ടീനെ പാല് കുടിപ്പിച്ചിട്ട് കറക്കുന്നതാണ് കേട്ടോ. പിന്നെ കുട്ടി പാല് കുടിച്ചിട്ട് അവളുടെ അകിടിലേക്ക് പല്ലിൻ്റെ അടയാളം വെച്ചിട്ടുണ്ട് കേട്ടോ, മുറിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലൊക്കെ കറന്നു കഴിഞ്ഞിട്ട് പശുക്കുട്ടിനെ അഴിച്ചു വിടണ്ട. പിന്നെ അവൾ കുറേ നേരം പാൽ കുടിക്കാൻ അവളെ അനുവദിക്കാം കേട്ടോ. കാരണം അവൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ പശുവിൻ്റെ പാലല്ലേ, അപ്പോൾ നമ്മളത് കുടിക്കാൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവളെ കെട്ടിയിട്ട് അവൾക്ക് കഞ്ഞീൻ്റെ വെള്ളം വെച്ച് കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാരൊക്കെ വേണ്ട പുറത്തു നിന്ന് വൈക്കോല് തിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവിടെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ചെറിയൊരു കടയുണ്ട് കേട്ടോ, ഹോട്ടലുണ്ട്. അവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്നുണ്ട്. മസാല ദോശ, നോൺ വെജ് ഉണ്ടാവില്ല, വെജ് ഫുഡ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. സ്വാമിമാർക്ക് കഴിക്കുന്ന ഒരു സ്ഥലമാണ്, അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയപ്പോൾ അന്നും ആ ദിവസം മസാല ദോശയും ഒക്കെ ആവുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടെ മസാല ദോശ, ഗീ റോസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മിക്കൂന് റോസ്റ്റും നമുക്ക് പൊറോട്ട കേട്ടോ വാങ്ങിച്ചാൽ. അവന് റോസ്റ്റല്ല, ദോശ. പിന്നെ ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് ഒരു ചമ്മന്തിയും തരുന്നുണ്ട്, കുറുമക്കറിയും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോയിട്ടാണ്. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ.